അപ്പളേ നമ്മുടെ ഇന്നത്തെ യാത്ര ഇസ്ലാ മുഹേറസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ടാണ് കേട്ടോ. നമ്മൾ ഫെറിയിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒരു അരമണിക്കൂർ സിറ്റി ബസ് റൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഫെറിയിലെത്തിയത്. ഫെറിയിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഇഷ്ടംപോലെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും ലാഭം ഈ ഫെറി സ്റ്റേഷനിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതാണ് കേട്ടോ. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഫെറി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ട്. അപ്പം നമ്മളവിടെ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സിറ്റി ബസ്സിലൊക്കെ കയറുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ക്യൂ ഒന്നുമില്ല, ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫെറിയിലൊക്കെ യാത്ര ചെയ്യുന്നത്. ചെറിയ ബോട്ടിലും തോണിയിലും ഒക്കെ ഇഷ്ടംപോലെ യാത്രയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ അവിടുത്തെ കടലിന്റെ കളർ എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. ഇസ്ലാം ഹെയർസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡ് ആണ് കേട്ടോ. നീണ്ടു കിടക്കുന്ന ഒരു ഐലൻഡ് ആണേ. വലിയ കാര്യമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒന്നും അവിടെ നിന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ പോയിട്ടേ. അവിടെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ എൻജോയബിൾ ആയേനെ കേട്ടോ. സ്നോർക്കലിങ്ങിന്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പിള്ളേരെയും കൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ നമ്മുടെ ഈ ട്രിപ്പിൽ സ്നോർക്കലിംഗ് ചെയ്തു കേട്ടോ. അത് ഇവിടെ നിന്നല്ല, വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അതിന്റെ അനുഭവങ്ങളെ. പിന്നെ ഇവിടെയും അടിപൊളി ബീച്ചുണ്ട് കേട്ടോ. ഭയങ്കര ഒരു വൈബാണ് കേട്ടോ ഇതിൻ്റെ സെൻട്രൽ പാർട്ടില്. വലിയ ലൗഡിൽ മ്യൂസിക്കൊക്കെ വെച്ച് ഡാൻസും. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ഒരു വൈബാണ് കേട്ടോ. ഭയങ്കര ഗ്രീറ്റിങ്ങും. നമ്മൾ വെറുതെ നിന്നാലും അവരും റോഡിൽ നിന്ന് ഡാൻസും പാട്ടും വല്ലാത്തൊരു വൈബുള്ള ഒരു ആൾക്കാരാണ് കേട്ടോ മെക്സിക്കോയിൽ. അവിടുത്തെ ലോക്കൽസ് ആൾക്കാരാണ്, അവിടെ ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ അവിടെ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഗോൾഫ് കാർട്ടാണ് കേട്ടോ റെന്റിന് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് റോട്ടിൽ കൂടെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ റൈഡ് ചെയ്ത് പോകാവുന്നതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഭൂരിഭാഗം സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ. എനിക്കവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാണാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ ജീവിച്ച് വളർന്നുകൊണ്ടാണ്. കാരണം നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. ബിൽഡിങ്ങുകളാണെങ്കിലും റോഡാണെങ്കിലും വീടാണെങ്കിലും കടലും വെള്ളവും അവിടുത്തെ കാലാവസ്ഥയൊക്കെ. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ഇസ്ലാം ഹെയർസിൽ പോയില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നി കേട്ടോ. പക്ഷെ നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള അതിൻ്റെ സെൻട്രൽ പാർട്ടിൽ മാത്രം നല്ല രസമാണ് കേട്ടോ. അവിടെ ഭയങ്കര ലൗഡിൽ കുറേ ആൾക്കാർ വന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിലും കുറേ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാർ ബൈക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഗോൾഫ് കാർട്ടിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് റൈഡ് ചെയ്ത് പോയി. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ പോയി റൈഡ് ചെയ്തു, കണ്ടു. കുറേ ഷോപ്പുകൾ, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളാണ് കേട്ടോ. എന്തോരം ആൾക്കാരാണെന്നറിയോ. ഇന്ത്യക്കാർ അങ്ങനെ ഒത്തിരി ഇന്ത്യക്കാരില്ല, എന്നാലും ഉണ്ട് കേട്ടോ, ഇന്ത്യക്കാരുണ്ട്. മലയാളികളെ ആരെയും കണ്ടില്ല കേട്ടോ ഐലൻഡിൽ. ഹിന്ദിക്കാരെയൊക്കെ കണ്ടു, തമിഴ് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടു. പിന്നെ ഒടുക്കത്തെ വെയിലുമായിരുന്നു കേട്ടോ. അപ്പം രാവിലെ നമ്മൾ പോയതാണ്. ഒരു 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയേ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളൊരു വാട്ടർ പാർക്കിലാണ് കേട്ടോ പോയത്. എക്സ്കരേറ്റ് എന്ന് പറയും. നമ്മളത് ടൂർ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അവരുടെ കമ്പനിയിൽ തന്നെ, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ, എക്സ്കറേറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മളത് ബുക്ക് ചെയ്തത്. എനിക്കാണെങ്കിൽ അവിടെ ആ പാർക്കിൽ ചെന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് റിവറിൽ സ്വിമ്മിംഗ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. അപ്പം നമ്മളവിടെ കാത്തു നിൽക്കുവാണേ നമ്മുടെ ടേൺ വരാനായിട്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ഇവിടെ പോകാനും കിട്ടുവാണെങ്കിൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാതെ ഞാൻ പോകുന്നൊരു സംഭവമായിരിക്കും കേട്ടോ ഇത്. അത്രയ്ക്ക് രസമാണ് ആ വാട്ടർ തണുപ്പും. നമ്മളാണെങ്കിൽ ഗുഹയുടെ അകത്തൂടെ ഒക്കെ ഇങ്ങനെ നീന്തുന്ന പോലെ കേട്ടോ. ഒരു 500 മീറ്റർ ഉണ്ട് പുഴ മൊത്തം. ഇതതിൻ്റെ എക്സിറ്റ് ആണ് കേട്ടോ. ഞാനാണെങ്കിൽ ക്യാമറയൊന്നും കൊണ്ടുപോയില്ല കേട്ടോ സ്വിമ്മിങ്ങിന് പോയപ്പം. ഞാനും തോമസൂട്ടി മാറി മാറിയാണ് സ്വിം ചെയ്തത്. ആദ്യം തോമസൂട്ടിയും ഐസയും പോയി. ഇസബെല്ലിനെയും കൊണ്ട് നമ്മൾ സ്വിം ചെയ്യാൻ നോക്കി കേട്ടോ. പക്ഷേ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അത് കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ കരയാൻ തുടങ്ങിയോണ്ട് ഞാനും ഇസബെല്ലും വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് തോമസൂട്ടിയും ഐസയും തിരിച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പം ആരെങ്കിലും ഇവിടെ
പിന്നെ ആ പാർക്കിൽ എക്സ്കലേറ്റ് എന്ന് പറയുന്ന ആ പാർക്കിൽ തന്നെയുള്ള ഒരു നൈറ്റ് ടൈമിൽ ഒരു ഷോ ആണ് കേട്ടോ ഇത്. അവിടുത്തെ അവരുടെ ഹിസ്റ്ററിയും ഒക്കെ ഒരു ലൈവ് ഷോ ആണ് കേട്ടോ. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഷോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അവരൊരു 10 സെക്കൻഡ് പോലും ഈ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ അതിനിടയിൽ വേസ്റ്റ് ചെയ്യുന്നില്ലേ. അത്രയ്ക്ക് ഓർഗനൈസ്ഡ് ആയിട്ടാണ് കേട്ടോ. അത്രയ്ക്ക് രസമാണ് കേട്ടോ കാണാനും കേൾക്കാനും ഒക്കെ. എല്ലാം ഒരു സ്പാനിഷിലാണ് പറയുന്നത്. പക്ഷെ നമുക്കങ്ങനെ ബോറടിക്കത്തില്ല. കാരണം ഇതുപോലെ ഇത് കണ്ടില്ലേ എന്നാ രസമല്ലേ അവരുടെ ഓരോരോ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ. അവരുടെ ഹിസ്റ്ററിയാണ് കേട്ടോ അവർ കൂടുതലും ഇതിൽ ഷോ ചെയ്യുന്നത്, കാണിക്കുന്നത് നമ്മളെ. ഒരു വലിയൊരു സ്റ്റേഡിയാണ് കേട്ടോ അത്. അതിനകത്ത് ഒരു 3/4 ഭാഗം ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. അവർ നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിക്കും കേട്ടോ. നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് കാണുമല്ല ചെയ്യണേ. അവിടെ പെർഫോം ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് ആ ഷോയിൽ എൻഗേജ് ചെയ്യിക്കും കേട്ടോ. കൈ കൊട്ടാനും പാട്ട് പാടാനും സൗണ്ട് ഉണ്ടാക്കാനും ഒക്കെ. അപ്പോൾ എന്തായാലും ആരെങ്കിലും കൺകൂണിൽ പോവുകയാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ.